നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി തലക്കറിയാണ് വെക്കാൻ പോകുന്നത്. ഒരു ഷാപ്പ് മോഡൽ തലക്കറി. അപ്പോൾ നമുക്ക് ഒരു 4-4.5 കിലോ വരുന്ന ഒരു മീനിൻ്റെ തല കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു യമണ്ടൻ തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ തലയൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് കടലിലെ പൂമീൻ്റെ തലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് മീനിൻ്റെ തലയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യമേ തലയൊന്ന് വൃത്തിയാക്കി എടുക്കാം. കുറച്ച് സാമ്പാർ പുളി, നമ്മുടെ പിഴുപുളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിഴുപുളിയും ഉപ്പും വെള്ളവും കൂടെ നന്നായിട്ട് ഞെവടിയതിന് ശേഷം നമുക്ക് ഈ മീൻതല ഈ ഉരുളിയിലേക്ക് വെച്ച് കൊടുത്ത് ഈ പിഴുപുളി ഇതിൻ്റെ അകത്തേക്ക് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കാം. പിഴുപുളി മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ കൈക്ക് തേച്ച് പിടിപ്പിക്കുക. മീൻ തലയുടെ പുറത്തുള്ള അഴുക്കും ഉളുമ്പും ഒക്കെ പെട്ടെന്ന് ഇളകി വരുന്നതിനാണ് നമ്മൾ ഇതേകൂട്ട് പിഴുപുളി ഉപ്പും കൂടെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെക്കുന്നത്. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ പുരട്ടി വെച്ചതിന് ശേഷം പാത്രം കഴുകുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നമ്മൾ ഒന്ന് ഉരച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അഴുക്കെല്ലാം മാറി കിട്ടുന്നതാണ്. അതല്ലാതെ ഈ കല്ലേ കൊണ്ടുപോയിട്ട് ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല. അപ്പം മീൻ വാളംപുളിയും ഉപ്പുമൊക്കെ പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി. ഇനി നമുക്കിത് ഇതേപോലെ ഈ ഒരു പാത്രം കഴുകുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ച് അങ്ങോട്ട് വൃത്തിയാക്കാം. കല്ലേലൊന്നും ഇട്ട് ഉരയ്ക്കേണ്ട കാര്യമില്ല. മീൻ കറി വെക്കുന്നതിനുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കൊച്ചുള്ളി ഒരു 25 എണ്ണം, ഒരു 10 പച്ചമുളക്, ഒരു ഉണ്ട വെളുത്തുള്ളി, 3 തക്കാളി, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, ഒരു 6-7 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. മീൻതല വെക്കുന്നതിന് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി കൂടാതെ ചുവന്നുള്ളി, ഇത്രയും സാധനം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 10 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, അതായത് ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം.
കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് വറുത്ത് പൊടിച്ച പെരുംജീരകപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരു 3 ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 പീസ് കുടംപുളി നമ്മൾ കുതിർത്ത് വെച്ചതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുടംപുളി കുതിർത്ത് വെച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അടപ്പം തുറന്ന് നോക്കാം. അപ്പോൾ ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തല ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ മീൻകറി മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ തീരെ ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം എടുത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട്. മീൻ തല ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ചാറൊക്കെ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തലയുടെ 4 വശവും നമ്മളിപ്പോൾ വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് ഇതിൻ്റെ ചാറൊരിച്ചിരി പറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്യാവുന്നതാണ്. മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു വാസനയും കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ലാത്ത കൂട്ടുകാർ കായക്കട്ടയാണ് കയ്യിലുള്ളതെങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ച് കയ്യിൽ തന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി. കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3-4 തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് നേരവും കൂടെ
ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ തലക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഈ മീൻ തലക്കറി എടുക്കത്തില്ല, നമ്മൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഈ തലക്കറി എടുക്കത്തുള്ളൂ. അപ്പോഴേ ഈ മീനിൻ്റെ അകത്ത് നല്ലപോലെ അതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ പിടിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കപ്പ കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കപ്പയും ഈ മീൻ തലക്കറിയായിട്ടാണ് ഒരു പിടി പിടിക്കുന്നത്. ആഹാ, അപ്പോൾ നമ്മുടെ വലിയ ഒരു 4-4.5 കിലോ വരുന്ന തലയും നമ്മുടെ കപ്പയും കൂടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിന്നലെ ഇതൊരു 11 മണിയായപ്പോൾ ഈ സാധനം നമ്മൾ കറി വെച്ചാണ്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 2 മണിയായി. ഏകദേശം ഒരു 13-14 മണിക്കൂർ വരെ ഈ കറി ഇതേ കൂട്ടി ഇരുന്നിരുന്നു. അപ്പം നന്നായിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല സ്വയംഭം കറിയാണ്. പിന്നെ നമ്മുടെ തലയെന്ന് പറഞ്ഞാൽ എൻ്റെ തലയുടെ അത്രയുള്ളൊരു വലിയ തലയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാം. ഇടുക്കാഴ്ച ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തലക്കറി ഒന്ന് വെച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.